ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു കോടിയേരി സഖാവ്. ആ മനുഷ്യൻ്റെ മരണം നടന്നിട്ട് തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ ആ ബോഡി ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടില്ല. കേരളത്തിലെ ഉടനീളമുള്ള സഖാക്കൾ അതിനുവേണ്ടി കാത്തിരുന്നാണ്. ഒരു നേരത്തെ യാത്രയപ്പിന് ആ സഖാവിനൊന്ന് കൈ ഉയർത്തി ഇൻകിലാബ് വിളിക്കാൻ വേണ്ടി കാത്തുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ഉണ്ടായിരുന്ന MLA. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇത് കാണിച്ചു തന്നില്ല. അതിനൊരു സാഹചര്യം ഒരുക്കില്ല. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം ശവഹദാഹം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ് അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത്രമാത്രം ഞങ്ങളെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് സഖാവിനാണ് എൻ്റെ പിന്തുണ. മെസ്സേജാണ്. ആ കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നതെങ്കിലും അതിന് പരിഗണന കൊടുക്കരുത്. ഇങ്ങനെ എൻ്റെ മോനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയില്ല പെരുമാറ്റം. കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ, ഇല്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, ഒരു ബലം പിടിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലം പിടിച്ച എല്ലാത്തിലും ഉണ്ട്. അത് മക്കളായിട്ടും കാര്യമില്ല, ഇനി ഉമ്മയായിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ആവുമ്പോൾ എല്ലാത്തിലും അങ്ങനെ ആവണം. മക്കൾക്ക് വേറൊന്നും മരുമക്കൾക്ക് വേറൊന്നും ഇല്ല. എല്ലാ മനുഷ്യരോടും ഒരു നീതിയായിരുന്നു എൻ്റെ ഉപ്പാക്ക്. ആ ഉപ്പയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പോലും താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നില്ല, അത് ആരും വിചാരിക്കേണ്ടതാണ്. ഇപ്പൊ താങ്കൾ തള്ളി പറയുക മാത്രമല്ല കടന്ന് ആക്രമിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായ ഒരു മനംമാറ്റത്തിന് കാരണം? എന്താണ്? എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയത് തന്നെ. കൊടും ചതി എന്നോട് നടത്തിയെന്നില്ല. എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ല ചെയ്യുന്നത്. ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പോൾ പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം. എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ച പിന്നെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കിപ്പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെൻറ്റിൻ്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെൻറ് TV എന്ന് പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെൻറ് വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം. അതിന് തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ വന്നല്ലോ, പോലീസ് എടുക്കേണ്ട പണി PV അൻവർ കൊണ്ട് എടുപ്പിക്കുകയാണ്. മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു, അല്ലേ? നല്ല മുഖം തിരിഞ്ഞെങ്ങനെ എടുക്കണം? ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 188 കേസ്. എവിടൊക്കെ ഈ ബോംബ് എത്തുന്നറിയുന്നത്? ഞാൻ ബാക്കിൽ നിൽക്കും, സംഘം മുന്നിൽ നടക്കും, ഞാൻ ബാക്കിൽ നിൽക്കും. ഏത് ഞാൻ കേരളത്തിലല്ലേ, മലയാളത്തിലല്ലേ ഇതുവരെ പറഞ്ഞത്, അല്ലേ? ഇനിയിപ്പം പറഞ്ഞു നിങ്ങൾ കണക്കൂട്ടു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും എന്നൊക്കെ പറയും. ഒരിക്കലുമില്ല. മലപ്പുറത്തെ നേതാക്കന്മാർ പച്ച സാധുക്കളാണ്. നമ്മൾ അറബിയിൽ പറയും ലൈഫ് എന്ന്, ക്ഷീണിതര. അവർക്ക് ഇതിൽ സഖാക്കളെ പറയല്ല, അത്ര അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ. ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പരമാവധി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്. ഇതൊക്കെ നേരെ ആകാശത്തു കൂടെ പോവല്ലേ? ഇത് കൊണ്ടോട്ടിന്ന് ഇഷ്യൂ എന്ന് അറിയില്ലേ? മലപ്പുറത്ത് വന്നാൽ വളവൊക്കെ കയറിയിട്ട് പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ നല്ലത് പോകുന്നത്. അങ്ങനൊന്നും അഭിപ്രായം എനിക്കില്ല, ഇല്ലാത്തത് ഞാൻ പറയില്ല. എന്തിനാണ് അവിടെ സ്വർണം കടത്തിയിട്ട് ഇവിടെ പൂരം കലക്കണമെന്ന്? പൂരം കലക്കാൻ ഇവിടെ തന്നെ പണി വേറല്ലേ? അതും ഇതൊക്കെ എന്തിനാ കൂട്ടിക്കെട്ടണം? ഒരാവശ്യമില്ല മാഷേ.
നിയമസഭയിൽ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമോ? നിയമസഭ വരാനും നിയമസഭയിൽ ഉണ്ടെങ്കിലല്ലേ നിയമസഭയിൽ ഉണ്ടാവില്ല. നമ്മളെ നിയമസഭയിൽ പോയി നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നേ ദിവസം വ്യാഴാഴ്ച അല്ലല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞായറാഴ്ച ഞാനൊരു പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട് നിലമ്പൂർ. പൊളിറ്റിക്കൽ നമ്മളെ ജനങ്ങളോട് പറയണല്ലോ, ആ ജനങ്ങളാണ് ഈ 3 അക്ഷരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഈ ജനങ്ങളും പാർട്ടി തന്ന അംഗീകാരമാണ്. അപ്പം ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറയും. ഒരു മിനിറ്റ്, ഒരു സാധു കുറേ നേരമായി അവിടെ.